ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നഴ്സറിയിൽ നിന്ന് എല്ലാവരും പ്ലാന്റ്സുകൾ വാങ്ങിക്കാറുണ്ട് അല്ലേ. അപ്പോൾ പലരുടെയും പരാതിയാണ് നഴ്സറിയിൽ നിന്ന് പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് നശിച്ചു പോവാത്ത രീതിയിൽ എങ്ങനെയാണ് പ്ലാന്റ് കെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമ്മൾ നഴ്സറിയിൽ നിന്ന് ചെടികൾ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് വാങ്ങിച്ച് നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ ചെടികളെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് ഞാനിപ്പോൾ പുതുതായി വാങ്ങിച്ചിട്ടുള്ള കുറച്ച് നഴ്സറി പ്ലാന്റ്സ് ആണ്. അതായത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഞാനിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുള്ളത്. 5 ടൈപ്പ് പ്ലാന്റ് ആണ് വാങ്ങിച്ചത്. ഒന്ന് ഈ കാണുന്ന റോസാണ്. 2 ടൈപ്പ് റോസ് വാങ്ങിച്ചിട്ടുണ്ട്. ബഡ്ഡിങ് റോസാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ലപോലെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു 1 വീക്ക് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അതിൻ്റെ കാര്യങ്ങൾ വഴിയേ പറയാം. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ചെമ്പരത്തിയാണ്. ഫസ്റ്റിൽ ഞാൻ കാണിച്ചല്ലോ, ആ ഒരു ചെമ്പരത്തിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഞാനൊരു 10 മണി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ ബൊഗൈൻവില്ലയാണ്. ഒരു ക്രീം കളറിലുള്ള ഒരു ബൊഗൈൻവില്ല വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചത് മെലസ്റ്റോമയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത പ്ലാന്റ്സാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം വാങ്ങിച്ചിട്ടുള്ളത്. കുറച്ച് പ്ലാന്റ്സ് ഞാൻ മുമ്പേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നാട്ടിലാണുള്ളത്. ഇതിപ്പോൾ ഞാൻ കണ്ണൂരിൽ ഇരിക്കുമ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്ലാന്റ്സാണ്. എനിക്ക് കുഴപ്പമില്ലാത്ത റേറ്റിലാണ് ഈ ഒരു പ്ലാന്റ്സ് എല്ലാം തന്നെ ആ നഴ്സറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നഴ്സറിയുടെ പേരും കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. പിന്നീട് ഒരിക്കൽ ആ നഴ്സറിയുടെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബൊഗൈൻവില്ല ഇതാണ്. കുഴപ്പമില്ലാത്ത ഒരു വലുപ്പത്തിലൊക്കെ ഉള്ള ഒരു പ്ലാന്റാണ്. ഇതിന് ഞാൻ 170 റുപ്പീസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റോസിന് ഞാനൊരു 60 റുപ്പീസാണ് ഒന്നിന് കൊടുത്തിട്ടുള്ളത്. അതായത് 2 പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട് 120 റുപ്പീസിന്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ചെമ്പരത്തിക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് 90 റുപ്പീസാണ്. മെലസ്റ്റോമയ്ക്ക് എനിക്ക് 130 റുപ്പീസാണ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു 10 മണിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിലും നല്ല കളറ് ഫ്ലവറാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിന് ഞാൻ 20 റുപ്പീസാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് റേറ്റ് വലിയൊരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല, കാരണം അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ഒരു പ്ലാന്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഒരുപാട് ചെറിയ പ്ലാന്റ്സ് അല്ല, കാരണം ആ നഴ്സറിയിൽ ആ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ നഴ്സറിയിൽ പ്ലാന്റ് വാങ്ങിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോയതല്ല. ഒരു വഴിക്ക് പോയി വരുന്ന സമയത്ത് ഈ ഒരു നഴ്സറി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതായിരുന്നു. ഈ ഒരു മെലസ്റ്റോമയിൽ നല്ല ഒരു പ്ലാന്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെടികൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേരുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതായത് കവറിന് പുറത്തേക്ക് വേരുകൾ വന്നിട്ടുള്ള പ്ലാന്റാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പ്രത്യേകം കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ പ്ലാന്റ് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ സിമൻറ്റ് പ്രതലത്തിൽ വെക്കാതിരിക്കുക. വേര് പുറത്തേക്ക് വന്ന പ്ലാന്റാണ് വാങ്ങുന്നതെങ്കിലാണ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് വേര് പുറത്തേക്ക് വന്നിട്ടുള്ള പ്ലാന്റാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് എന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ ഒന്നുകിൽ ഏതെങ്കിലും ചെടികളുള്ള ചട്ടിയിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക, അതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നനവുള്ള മണ്ണുള്ള സ്ഥലത്ത് വെക്കുക. പിന്നെ സൂര്യപ്രകാശം കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കേണ്ട, കുറച്ച് തണലുള്ള ഏരിയയിൽ നമ്മൾ വാങ്ങുന്ന പ്ലാന്റ്സിനെ സെറ്റ് ചെയ്യാം. അതായത് ഒരാഴ്ചക്കാലം നമ്മൾ കൊണ്ടുവന്ന പ്ലാന്റിനെ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെക്കാണ്ടിരിക്കുക. നമ്മൾ വാങ്ങിച്ച പ്ലാന്റിനെ ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ ഒരാഴ്ചക്കാലം നമ്മൾ ആ കൊണ്ടുവന്ന അതേ കവറിൽ തന്നെ സൂക്ഷിക്കുക. അതായത് ഒരാഴ്ചക്കാലത്തേക്ക് നമ്മുടെ പ്ലാന്റിനെ ഒന്നും നിങ്ങൾ റീപോർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഇതിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ നിന്നിരുന്ന അറ്റ്മോസ്ഫിയറും നമ്മുടെ വീട്ടിലത്തെ അറ്റ്മോസ്ഫിയറും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ അവിടുത്തെ കാലാവസ്ഥയും നമ്മുടെ കാലാവസ്ഥയും തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ ചെടിയെ നല്ലപോലെ ബാധിക്കും. ഇത് കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിൻ്റെ വേരൊന്നും അടിഭാഗത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു പ്ലാന്റിനെ ഞാനിപ്പോൾ ഒരു സിമൻ്റ് ഉള്ള ഭാഗത്ത് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, കാരണം ഇതിൻ്റെ വേരൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പം മണ്ണിലേക്ക് ആ ഒരു കവറിൽ തന്നെ തങ്ങി നിൽക്കുന്ന വേരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഭാഗത്തും നമുക്ക് ചെടിയെ വെക്കാം. കൂടുതൽ സൂര്യപ്രകാശമുള്ള ഭാഗത്ത് വെയിലത്ത് കൊണ്ടുവയ്ക്കാതിരിക്കുക, തണലത്ത് മാത്രം വെക്കുക. കാരണം തണലത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ഇലകൾ കൊഴിഞ്ഞു പോവുകയും ചെടി നശിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ചെടിയെ
ഒരു ബക്കറ്റിലോ അങ്ങനെ എന്തിലെങ്കിലും ഇറക്കി വെച്ചിട്ട് അടിവശത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ വേരിന് വെള്ളം വലിച്ചെടുക്കാൻ പറ്റും. അല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇതിന് വേരിന് വെള്ളം കിട്ടാതെ വരികയും ഈ ചെടി നശിച്ചു പോവുകയും ചെയ്യും. പല ആളുകളും പറയാറുണ്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ പ്ലാന്റ് പിടിച്ച് കിട്ടുന്നില്ല, പെട്ടെന്ന് വാടിപ്പോകുന്നു, ഇല കൊഴിഞ്ഞു പോകുന്നു, പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇതിന് കൊടുക്കുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ്. അപ്പോൾ അതിന് നിറയെ പൂക്കളുണ്ടാവും, നിറയെ കായ്കളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മുടെ വീട്ടിലെത്തിക്കഴിയുമ്പോൾ ടോട്ടലി ചേഞ്ച് ആവുകയാണ്. ആ ചെടിയുടെ എല്ലാ രീതിയിലും അതിന് ചേഞ്ചസ് ആണ് വരുന്നത്. അതായത് അവർ കൊടുക്കുന്ന വളങ്ങളായിരിക്കില്ല നമ്മൾ കൊടുക്കുക. അപ്പോൾ ഫ്ലവറിങ് ചിലപ്പോൾ കുറഞ്ഞു എന്ന് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ തണലത്ത് വെക്കുക എന്നുള്ളതാണ്. ഒരാഴ്ചക്കാലം നമ്മൾ ഈ ചെടിയെ റീപോർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നമ്മുടെ ചെടികൾ നമ്മൾ റീപോർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. റീപോർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കുന്ന പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി അപ്പം തന്നെ ആ പോട്ടിംഗ് മിക്സിലേക്ക് നമ്മുടെ പ്ലാന്റിനെ ഒരിക്കലും റീപോർട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതായത് നമ്മൾ കുറച്ച് കുമ്മായ ഇട്ടിട്ട് ആദ്യം മണ്ണ് ട്രീറ്റ് ചെയ്ത് വെക്കുക. ഒരാഴ്ചക്കാലമെങ്കിലും നമ്മൾ ട്രീറ്റ് ചെയ്ത് വെക്കുക. 15 ദിവസത്തോളം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അത്രയും ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരാഴ്ചക്കാലം നമ്മൾ മണ്ണ് കുമ്മായ ഇട്ടിട്ട് ട്രീറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരാഴ്ചയ്ക്ക് ശേഷം ആ ഒരു മണ്ണിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് വളങ്ങളൊക്കെ മിക്സ് ചെയ്യുക. അതായത് പോട്ടിംഗ് മിക്സിന് നമ്മൾ എപ്പോഴും ചേർക്കുന്നത് കൊക്കോപീറ്റ് ആയിരിക്കും. കൊക്കോപീറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, കൊക്കോപീറ്റ് നല്ലപോലെ ട്രീറ്റ് ചെയ്തിട്ടുള്ള കൊക്കോപീറ്റ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന കൊക്കോപീറ്റിന് നമ്മൾ 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിലുള്ള കറകളൊക്കെ പോയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെടികൾക്ക് കേടുപാടുകളൊന്നും സംഭവിക്കില്ല. പുറത്തുനിന്ന് വാങ്ങുന്ന കൊക്കോപീറ്റ് ആയാലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കൊക്കോപീറ്റ് ആയാലും നമ്മൾ ആദ്യം തന്നെ അതിനെ ഒരു 2-3 ദിവസമെങ്കിലും വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ കഴുകി അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് കൊക്കോപീറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ടത് എല്ലുപൊടിയാണ്. നല്ല തരം എല്ലുപൊടി തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് പുഴുങ്ങിപ്പൊടിച്ച എല്ലുപൊടി ഇന്ന് അവൈലബിൾ ആണ്. അത് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം മണ്ണുമായിട്ട് പെട്ടെന്ന് ചേരാനുള്ള സാധ്യത അതിനാണ് കൂടുതൽ. മറ്റേതാകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും മണ്ണുമായിട്ട് ചേർന്ന് കിട്ടാൻ. അതായത് 5 to 6 മാസം 8 മാസമൊക്കെ എടുക്കും എല്ലുപൊടി നമ്മുടെ മണ്ണുമായിട്ട് ചേരാനായിട്ട്. അപ്പോൾ നമ്മൾ പുഴുങ്ങിപ്പൊടിച്ച എല്ലുപൊടി ആണെങ്കിൽ അത് കുറച്ചും കൂടി വേഗത്തിൽ മണ്ണുമായിട്ട് ഇഴുകിച്ചേരും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു പ്ലാന്റ്സ് എല്ലാം തന്നെ ഞാൻ 1 വർഷം മുമ്പ് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. അത് ഞാൻ നാട്ടിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. അതും കൂടി ഇതിൻ്റെ കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് വേപ്പിൻ പിണ്ണാക്ക് കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മണ്ണിൽ എന്തെങ്കിലും പ്രാണികളുടെ ശല്യം അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് ഒരുപാട് സഹായിക്കും. പിന്നെ ഉറുമ്പുകളുടെ ശല്യവും വളരെ കുറയുന്നതായിരിക്കും. എല്ലുപൊടി ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ എല്ലുപൊടിയുടെ സ്മെല്ല് കാരണം മറ്റുള്ള ജീവികൾ വന്ന് ആ ചെടിയെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കുറയും. അതുകൊണ്ട് വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുന്നത് പിന്നെ വളങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കിച്ചൺ വേസ്റ്റ് എന്നൊക്കെ ഉണ്ടാക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഉണക്ക ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം, ആട്ടിൻ കാഷ്ടം ചേർത്ത് കൊടുക്കാം, കോഴിവളം ചേർത്ത് കൊടുക്കാം. കോഴിവളമാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ദിവസം മുമ്പേ തന്നെ ചേർത്തിട്ട് അതിൽ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം. കാരണം ചൂട് കൂടുതലായിരിക്കും കോഴിവളത്തിന്. അപ്പോൾ അത് ചേർക്കുന്നവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം, അത് മറന്നു പോകരുത്. അപ്പോൾ നമ്മളൊരു 10-15 ദിവസമെങ്കിലും ഈ മണ്ണ് എല്ലാം കറക്റ്റ് രീതിയിൽ പിന്നെ മിക്സ് ചെയ്ത് വെച്ച് അതിനൊക്കെ ശേഷം മാത്രമേ നമ്മൾ പ്ലാന്റുകൾ എപ്പോഴും ഈ ഇതിലേക്ക് നടാനായിട്ട് പാടുള്ളൂ. അതായത് മണ്ണ് തയ്യാറാക്കി അപ്പം തന്നെ നമ്മൾ ചെടികൾ അതിലേക്ക് നടാനായിട്ട് ഒരിക്കലും പാടില്ല. അപ്പം നമ്മുടെ നഴ്സറി പ്ലാന്റ്സ് നശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മൾ യൂസ് ചെയ്യണം.
അതായത് നമ്മൾ പ്ലാന്റുകൾ മാറ്റി നട്ട് വെള്ളം നനയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പ്ലാന്റിൽ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് നമ്മൾ യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്യൂഡോമോണസ് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള ഫംഗിസൈഡ് നമുക്ക് അവൈലബിൾ ആണ്. സാഫ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് ഉണ്ട്, അത് യൂസ് ചെയ്യും. അതും നല്ല ഒരു ഫംഗിസൈഡാണ്. പിന്നെ ഞാനിപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത് സ്യൂഡോമോണസ് ലായനിയാണ്. സ്യൂഡോമോണസ് പൊടിയായിട്ടും നമുക്ക് കിട്ടും, അല്ലാതെ ലിക്വിഡ് രൂപത്തിലും കിട്ടും. ലിക്വിഡാണ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 5 to 10 ml ലായനി 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 1 കിലോഗ്രാം ജൈവവളത്തിലോ ചേർത്തിട്ട് ഇളക്കിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്തിട്ട് നനച്ച് കൊടുത്താൽ മതി. അത് തളിക്കുന്ന സമയത്ത് അതിൻ്റെ ഇലകളിൽ കൂടി തളിച്ച് കൊടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിനറൽ വാട്ടർ കൊണ്ടുവരുന്ന ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടല്ലോ, അതിന് ഒരു 4-5 തുളകൾ ഇട്ട് കൊടുത്തിട്ട് അതിലൂടെയും സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്തുള്ള കുറച്ച് പ്ലാന്റ്സാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. എല്ലാം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഞാൻ അന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പ്ലാന്റുകൾ നടാറുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് പ്ലാന്റ് പിടിച്ച് കിട്ടുന്നുള്ളൂ. കാരണം ഞാൻ മുമ്പൊക്കെ പ്ലാന്റുകൾ വാങ്ങിച്ച് അപ്പം തന്നെ റീപ്പോർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്കത് പിടിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലാന്റിൻ്റെ വലുപ്പം അനുസരിച്ചുള്ള ചട്ടികൾ ചൂസ് ചെയ്യുക. ആദ്യം തന്നെ വലിയ പോട്ടുകളിലേക്ക് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റിനേക്കാൾ ഒരു 1-1.5 ഇഞ്ചോ വലുപ്പം കൂടുതലുള്ള പോട്ടിൽ നമ്മൾ ചെടികളെ മാറ്റി നടുക. പിന്നീട് അത് വലുതാവുന്നതിനനുസരിച്ച് പോട്ടുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതായത് വർഷത്തിലൊരിക്കലും നമ്മൾ നമ്മുടെ ചെടികളെ റീപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേൽമണ്ണ് കുറച്ച് എടുത്ത് കഴിഞ്ഞിട്ട് പുതിയ മണ്ണുകൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമ്മുടെ ഒരു പ്ലാന്റിനെ നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് പ്ലാന്റുകൾ വാങ്ങിക്കുമ്പോൾ കുഞ്ഞു ചെടികൾ വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം കുഞ്ഞു ചെടികളാകുമ്പോൾ നമുക്ക് ഒരു ഓവറായിട്ടുള്ള പ്രൈസും വരില്ല. പിന്നെ അതിൻ്റെ എല്ലാ കെയറിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ചെടിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാനും സാധിക്കും. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. വലിയ പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ചെറിയ പ്ലാന്റാണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കെയറിങ് നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പ്ലാന്റിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അതിന് വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളൊരു 1 വീക്കിന് ശേഷം നമ്മൾ ഈ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ വെയിലത്തേക്ക് കൊണ്ടുവയ്ക്കരുത്. അതിനെ ഷെയ്ഡഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ തന്നെ വെക്കുക. അതായത് ഒരു 1-2 വീക്സ് നമ്മൾ അങ്ങനെ ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ അനുയോജ്യമായ രീതിയിൽ, അതായത് ഒരു ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ പ്ലാന്റിനെ പറ്റി നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്ത് പഠിക്കുക. അതായത് ആ പ്ലാന്റിന് കൂടുതൽ വെയിൽ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയ ആണോ അതിന് വേണ്ടത്, ബ്രൈറ്റ് സൺലൈറ്റ് ആണോ വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പഠിച്ചെടുക്കുക. അതായത് നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ, അറിയാത്ത പ്ലാന്റ്സ് ആണ് നമ്മൾ വാങ്ങിച്ചിട്ട്, നമ്മൾ എല്ലാവരും ചിലപ്പോൾ പ്ലാന്റ്സിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നവരായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഓരോ പ്ലാന്റ്സിൻ്റെയും കെയറിങ്ങിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതിന് എത്രത്തോളം സൺലൈറ്റ് വേണം, അല്ലെങ്കിൽ അതെങ്ങനെ വെച്ചാലാണ് കൂടുതൽ ഭംഗിയായിട്ട് വളരുക, അത് ഏത് രീതിയിൽ കട്ട് ചെയ്താലാണ് അതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ റോസാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റോസിൻ്റെ പൂവ് കൊഴിഞ്ഞ് വീഴുന്ന ആ ഒരു സമയത്ത് അതിനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുകയും പുതിയ പൂക്കൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് അങ്ങനെ മുരടിച്ചങ്ങ് നശിച്ചു പോകും. അതുപോലെ തന്നെയാണ് ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കെയറിങ് മെത്തേഡ് എന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മളത് എവിടെയാണ് സ്ഥാപിക്കുന്നതെന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റായിട്ട് ചോദിക്കണം. അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ കൂടി പ്രസ് ചെയ്ത് വെക്കുക. അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച
ചെടികൾക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫെർട്ടിലൈസേഴ്സ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു മാസക്കാലത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരില്ല. കാരണം മണ്ണിൽ ഓൾറെഡി നമ്മൾ വളങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കും നടുക. ഒരു മാസത്തിന് ശേഷം നമ്മൾ കുറച്ചായിട്ട് നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ തന്നെ കൊടുത്തിട്ട് ആ പ്ലാന്റിനെ കെയർ ചെയ്ത് കൊണ്ടുപോകുക. ആദ്യം കുറച്ച് പൂക്കളൊക്കെ കുറവായിരിക്കുന്നേ ഉണ്ടാവുള്ളൂ, പക്ഷെ പിന്നീട് അതെല്ലാം ക്ലിയറായി വന്നോളും. ആ വളം അതിന് ശീലമായി തുടങ്ങുമ്പോൾ അത് അതിൻ്റെ സ്വഭാവം കാണിച്ചു തുടങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പം വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ടാറ്റ, ബൈ, അസ്സലാമു അലൈക്കും.